സയ്യിദുനാ ആദം അലൈഹിസ്സലാം അവരോട് അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു, ആദം നബിയെ, നിങ്ങളുടെ മുതുകിൽ നിന്നാണല്ലോ സർവ്വ മനുഷ്യരെയും ഞാൻ ഭൂമിയിലേക്ക് വിട്ടത്. ആ മുതുകിൽ നിന്ന് നരകത്തിലേക്കുള്ള വിഭാഗത്തെയും സ്വർഗത്തിലേക്കുള്ള വിഭാഗത്തെയും ഒന്ന് പുറത്തെടുക്കൂ ആദം നബിയെ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു, എത്രയാണ് അതിന്റെ കണക്ക്? ആ സമയത്ത് അല്ലാഹു പറയുന്നത്, മിൻ കുല്ലി അൽഫിൻ 999 ഇലന്നാർ. 1000 സംഖ്യയിൽ നിന്ന് വ്യക്തികളിൽ നിന്ന് 999 നരകത്തിലേക്ക് പോകട്ടെ, 1 സ്വർഗത്തിലേക്ക് പോകട്ടെ. ഇവിടെയാ നമ്മൾ വിലയിരുത്തേണ്ടത് വിശ്വാസ രംഗത്തുള്ള കുറവ്. നോക്കൂ സഹോദരങ്ങളെ, 1000 ആളുകൾ നരകത്തിലേക്ക് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുതുകിൽ നിന്ന് പറഞ്ഞേക്കുമ്പോ 1 മെമ്പർ മാത്രമേ സ്വർഗത്തിലേക്കുള്ളൂ. ശരീരത്തിന്റെ കുറവാണോ? അല്ല. സൗന്ദര്യത്തിന്റെ കുറവാണോ? അല്ല. സൗകര്യങ്ങളുടെ കുറവാണോ? അല്ല. ഈമാനിന്റെ കുറവാണ്, വേറെ ഒന്നുമല്ല. ഈമാനിന്റെ ഒരു കുറവാണ്. 10,000 ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോ 10 ആളുകളെ സ്വർഗത്തിലേക്ക് പോകുന്നുള്ളൂ. നമ്മൾ നല്ല കരുതലോടെ ശ്രദ്ധിക്കണം. അള്ളാഹു നൽകിയ അനുഗ്രഹമാകുന്ന ഈമാൻ ഒരിക്കലും ലാഘവത്തോടെ കണ്ടു കളിക്കരുത്. ഉള്ള ആയുഷ്കാലം ഈമാന്റെ പരിപോഷണത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യണം. ഈമാന്റെ പരിപോഷണത്തിന് വേണ്ടി വേണ്ട തഖ്വ സ്വീകരിക്കണം. ആ തഖ്വയിൽ അധിഷ്ഠിതമായി നമ്മുടെ ഈമാനെ കാത്തു സൂക്ഷിക്കാൻ എന്ത് കഠിനാധ്വാനവും നമ്മൾ ചെയ്യണം. ഉമ്മമാരെ, ആ തഖ്വയുടെ അടയാളങ്ങളായിട്ട് വിശുദ്ധ ഖുർആൻ എണ്ണിയ ഒരു ആയത്താണ് ഞാൻ നിങ്ങളെ മുന്നിൽ സൂചിപ്പിച്ചത്. ഇരിക്കട്ടെ, ഈമാനിന്റെ എതിർചേരികളായിട്ടുള്ള കുഫ്ർ, നിഫാഖ്, റിദ്ദത്ത് ഇതൊന്നും വരരുത്. പരത്തി പറയേണ്ടതാണ്. ഞാൻ സൂചനക്ക് പറയട്ടെ, മുർത്തദ്ദാകുന്ന കാലം അതിക്രമിച്ചു പോയി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചില്ലറ വിവരങ്ങളുള്ള ആളുകൾ വരെ റിദ്ദത്തിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു. ഒരു വാക്കാണ് അതിന് കാരണം, ഒരു ചിന്തയാണ് അതിന് കാരണം, ഒരു എഴുത്താണ് അതിന് കാരണം, ഒരൊറ്റ മെസ്സേജാണ് അതിന് കാരണം. മുർത്തദ്ദായി പോകുന്നു. ഒരു ദിവസം ഒരുപാട് ആളുകൾ, കൊല്ലങ്ങളോളം ഈമാനിലായി നടന്ന ആളുകൾ രാവിലെയാകുമ്പോഴേക്ക് ജനങ്ങളൊക്കെ തിരിച്ചറിയുന്നു. നീ അറിഞ്ഞോ? എന്ത്? ഇന്നലെ രാത്രി ഒരാൾ മുർത്തദ്ദായി, നീ അറിഞ്ഞോ?